ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെ രാഹുലിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു, ലാപ്ടോപ്പ് കണ്ടെടുക്കുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും തുറക്കുമ്പോൾ നിരവധി നിർണായക വിവരങ്ങൾ പുറം ലോകത്തേക്ക് വരുമെന്നാണ് കേരളത്തിലെ ചാനലുകളും CPM-ഉം BJP-യും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്വപ്നങ്ങൾ വ്യക്തമാക്കുന്ന ഒരു AI വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിലുണ്ടെല്ലാം. അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത് പറയാം. അതാദ്യം നമുക്കൊന്ന് കാണാം. മോനെ രാഹുലേ, ഈ ഫോണും തുറക്ക്, നമ്മളൊന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇല്ല, തുറക്കാൻ സൗകര്യമില്ല. ഇതിനുള്ള പാരിതോഷികം നിന്റെ സർവീസ് ബുക്കിൽ ഞാൻ കാണിച്ചു തരും. ശരി, നീ ഒന്നും തരണ്ട. നീ ഇവിടെയുള്ള വനിതാ കോൺസ്റ്റബിളിനോട് നീ ഫോൺ നമ്പർ ചോദിച്ചത് നമ്മൾ കുത്തിപ്പൊക്കും. എന്റെ പൊന്നു സാറേ, ഞാൻ പാസ്വേഡ് തരാം, അടിച്ചോളൂ. ഷാഫി 69 അടിക്കും. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ. ഷാഫി പറമ്പിലും രാഹുലും ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ, VD സതീശനും ഉണ്ട് എന്ന പ്രചാരണം. ഇത് P സരിനും നിരവധി CPM നേതാക്കളും പല മാധ്യമങ്ങളും ഒക്കെ നിരന്തരമായി പറയുകയാണ്. അത് രാഹുലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് മറ്റു പലരുമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന രാഹുലിന് തണലാകുന്നത്, രാഹുലിൻ്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് VD സതീശനും ഷാഫി പറമ്പിലുമാണ്. ഇവരൊരു ക്രിമിനൽ നെറ്റ്വർക്കാണ് എന്ന നിലയിലൊക്കെയുള്ള നിരവധി പ്രചാരണങ്ങൾ രാഹുലിനെതിരെ ആദ്യത്തെ ശബ്ദശകലം പുറത്തു വന്ന കാലം മുതലേ ആരോപണങ്ങളായി അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പോൾ രാഹുൽ അറസ്റ്റിലായപ്പോൾ, അതായത് മൂന്നാമത്തെ പരാതിയിൽ അർദ്ധരാത്രി രാഹുലിനെ അപ്രതീക്ഷിതമായി അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകെട്ടി കൊണ്ടുപോയപ്പോൾ പോലീസും അല്ലെങ്കിൽ സർക്കാരും CPM-ഉം BJP-യും രാഹുലിനെ എതിർക്കുന്നവരൊക്കെയും വിചാരിച്ചത് അയാളുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പിടിച്ചെടുത്ത് അതിലെ ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ കേരളമെന്നല്ല ലോകം തന്നെ ഞെട്ടുന്ന പല 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 ചാറ്റുകൾ, വിവരങ്ങൾ, വീഡിയോകൾ പലതും പുറത്തു വരുമെന്നാണ്. രാഹുൽ ഇരകളുടെ നഗ്ന വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്ത് ഫോണുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ചില മൊഴികളൊക്കെ അന്ന് പുറത്തു വന്നതായി ഓർക്കുന്നുണ്ട്. അപ്പം അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം പോലീസ് രാഹുലിനെ എടുത്തുകൊണ്ട് പോയത്. പക്ഷേ പോലീസിനെ വെള്ളം കുടിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആദ്യമേ പറയട്ടെ, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ അന്വേഷണ സംഘത്തിലെ ആരുമായും എനിക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. പുറത്തു വരുന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് വിചാരിച്ചതൊന്നും കിട്ടാതെ പോലീസ് ക്ഷ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. അതായത് രാഹുലിനെ ഇത്തരത്തിൽ പാതിരാത്രിക്ക് ഭേദ്യം ചെയ്ത് കൊണ്ടുപോയി കയ്യോടെ റിമാൻഡ് ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട ചില നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയിൽ പരാതിക്കാരിയുടെ ഒപ്പ് വെപ്പിച്ചിരുന്നില്ല. അതുപോലെ തന്നെ പരാതിക്കാരിയുടെ വൈദ്യപരിശോധന നടത്തിയിരുന്നില്ല. പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി കൊടുത്തത്, പോലീസ് സ്റ്റേഷനിൽ എവിടെയും പരാതി കൊടുത്തിരുന്നില്ല. അത്തരം നിരവധിയായ ക്രമക്കേടുകൾ ഈ കേസിൻ്റെ പിന്നിൽ, പരാതിയുടെ പിന്നിൽ നിയമപരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നൊരു സമയമാണ്. എന്നിട്ടും രാഹുലിനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഉയർന്ന ഒരു വാദം, പരാതി മാത്രമേ ഉള്ളൂ, തെളിവുകളൊന്നും ഇല്ലെങ്കിലും രാഹുലിനെ കൊണ്ടുപോയി ഫോണുകളും ലാപ്ടോപ്പും ഒക്കെ പരിശോധിച്ചാൽ ആവശ്യമായ തെളിവ് കിട്ടി, പിന്നെ കണക്ട് ചെയ്ത് രാഹുലിനെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിഷ്ടകാലം അഴിക്കുള്ളിലാക്കാൻ കഴിയും എന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പോലീസ് പറയുന്നത് രാഹുൽ ഒന്നുമായും സഹകരിക്കുന്നില്ല. രാഹുലിൻ്റെ ഫോൺ തുറക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 3 ദിവസത്തേക്ക് മാത്രമാണ് കസ്റ്റഡി കിട്ടിയിരിക്കുന്നത്. ഒരാഴ്ചത്തെ കസ്റ്റഡി പോലീസ് ചോദിച്ചുവെങ്കിലും വെറും 3 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പോലീസിൻ്റെ പല പദ്ധതികളും പാളി. കാരണം 7 ദിവസം കസ്റ്റഡിയിൽ കിട്ടുകയായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊണ്ട് പാലക്കാടും വടകരയിലും അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടു നടന്ന് തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കാമായിരുന്നു. അവിടങ്ങളിൽ നിന്നൊക്കെ ചീമുട്ടയേറ് മേടിച്ചു കൊടുക്കാമായിരുന്നു. അതിനുള്ള സാഹചര്യമോ സമയമോ ഇപ്പോൾ കിട്ടിയിട്ടില്ല. കാരണം പോലീസ് കോടതിയിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയതെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതനുസരിച്ച് ചാർജ് ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. രാഹുലിനെ പുറത്തിറക്കരുത്, രാഹുൽ കൊടും ക്രിമിനലാണ്, ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് നിഷേധിക്കണമെങ്കിൽ തെളിവുകൾ വേണം. ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ, ഒരു പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ കോടതിയിൽ കാണിച്ചേ പറ്റൂ. പക്ഷേ ഇവിടെ ഒരു തെളിവുകളും രാഹുലിനെതിരെ ഈ പരാതിക്കപ്പുറം ഇല്ല എന്നുള്ളതാണ് പോലീസിനെ ഉദ്ധരിച്ചു വരുന്ന മാധ്യമ വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഫോണിൻ്റെ പാസ്വേഡ് കിട്ടിയിട്ടില്ല, രാഹുൽ കൊടുക്കാൻ തയ്യാറായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫോൺ തുറക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വന്നൊരു വാർത്തയാണ്, രാഹുലിൻ്റെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ എടുക്കാൻ വേണ്ടി 2 TB ഹാർഡ് ഡിസ്ക്
പോലീസ് വാങ്ങിച്ചു എന്ന്. പക്ഷേ ഇതുവരെ ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല, ഫോൺ തുറന്നതിലെ ഡാറ്റ കാണാൻ പറ്റിയിട്ടില്ല. ലാപ്ടോപ്പിന് വേണ്ടി രാഹുലിൻ്റെ അടൂരിലെ വീട്ടിൽ കയറി വരെ പരിശോധന നടത്തി, എന്നിട്ടും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡിജിറ്റൽ എവിഡൻസുകൾ എന്ന് പറയുന്നത് അത് രാഹുലിൻ്റെ ഫോൺ പിടിച്ചെടുത്ത് കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രാഹുൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല. രാഹുൽ പുച്ഛത്തോടു കൂടിയുള്ളൊരു ചിരിയാണ് പോലീസിനെ കാണുമ്പോഴും നാട്ടുകാരെ കാണുമ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോഴും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് രാഹുൽ മാനസികമായി തളർന്നിട്ടില്ല, തകർന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് പറയുന്നതിനൊക്കെ അനുസരിച്ച് രാഹുൽ പ്രവർത്തിച്ചേനെ. ഇവിടെ രാഹുൽ ഏതെങ്കിലും തരത്തിൽ തകർന്നതായോ തളർന്നതായോ പോലീസിന് വഴിപ്പെട്ടതായോ അയാളുടെ ശരീരഭാഷയിലോ മുഖഭാവത്തിലോ കാണുന്നില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് രാഹുൽ ഇപ്പോഴും തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ്, നിയമപരമായി പോരാടുക എന്ന ബോധ്യത്തിൽ തന്നെയാണ് എന്നാണ്. അതുപോലെ തന്നെ രാഹുൽ യുവതിയുമൊത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തി. തിരുവല്ലയിലെ ഒരു ഹോട്ടലാണ്, 406 നമ്പർ മുറിയിൽ പരിശോധന നടത്തി. ആ പരിശോധന രാഹുലുമായി പോകുമ്പോൾ രാഹുൽ ചിരിച്ചുകൊണ്ട് തന്നെ പോകുന്നു. അവിടെ ചെന്ന് രജിസ്റ്റർ പരിശോധിക്കുന്നു. മാധ്യമ വാർത്തകൾ പരിഗണിക്കുമ്പോൾ മനസ്സിലാകുന്നത് റൂം ബുക്ക് ചെയ്തത് ആ പെൺകുട്ടിയാണ്. പക്ഷേ രാഹുലിൻ്റെ പേരും രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു. രാഹുൽ BR എന്നാണ് പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുലുമായി ആ ഹോട്ടലിൽ ഏതാണ്ട് 15 മിനിറ്റോളം പോലീസ് പരിശോധനകൾ നടത്തി തിരിച്ചു പോകുന്നു. പക്ഷേ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല. അത്രയും പഴക്കമുള്ള CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാറില്ല ഹോട്ടൽ അധികൃതർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് റിക്കവർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഹാർഡ് ഡിസ്ക് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവിടെയും തെളിവ് പോലീസിന് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് രാഹുൽ കുറ്റസമ്മതം നടത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറ്റസമ്മത രൂപത്തിൽ രാഹുൽ മൊഴി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കുറ്റസമ്മതമായി രാഹുൽ ഒന്നും പറയുന്നില്ല. ഉഭയസമ്മത പ്രകാരമുള്ള കാര്യങ്ങളാണ് നടന്നത്, റേപ്പ് നടന്നിട്ടില്ല, ബലാത്സംഗം നടന്നിട്ടില്ല, പറയുന്നതൊക്കെ തെറ്റാണ് എന്ന നിലയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരായ തെളിവുകൾ കിട്ടാത്തതിൽ പോലീസിൽ വലിയ അമർഷമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ പോലീസ് രാത്രി ഒന്നും പറയാതെ താമസിക്കുന്നിടത്ത് വന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. പിന്നെ 3 ദിവസമായി പോലീസ് കസ്റ്റഡിയിൽ AR ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നു. ആ സമയങ്ങളിലൊക്കെ അതും CPM അനുകൂലികളായിട്ടുള്ള പോലീസുകാരൊക്കെ ആ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടെങ്കിൽ അവർ വല്ലാത്ത രീതിയിൽ ടോർച്ചർ ചെയ്യും. ശാരീരികമായിട്ട് വേണമെന്നില്ല, മാനസികമായി അധിക്ഷേപിക്കാം, ക്രൂരമായ രീതിയിൽ അപഹസിക്കാം, വല്ലാത്ത രീതിയിൽ ട്രോളാം. അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ വേണമെങ്കിൽ നിഷേധിക്കാം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ വല്ലാതെ ഇട്ട് ബുദ്ധിമുട്ടിക്കാം. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും മാനസികമായി തളർന്ന് മുഖമൊക്കെ വല്ലാത്ത രീതിയിലാകും, തളർന്നു കുത്തിയിരിക്കും. ചിലപ്പോൾ ഭയന്ന് പോകാം, ചിലപ്പോൾ വല്ലാത്ത മാനസികാവസ്ഥയിൽ തകർന്നു പോകാം, മനസ്സ് തകർന്നു പോകാം. ഒടുവിൽ ചിലപ്പോൾ പോലീസ് പറയുന്നതൊക്കെ ഏറ്റെടുത്തു എന്ന് വരാം, പോലീസിന് വഴിപ്പെട്ട് പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. രാഹുൽ ഉറപ്പിച്ച് തന്നെയാണ്, അതായത് രാഹുൽ അതാദ്യമായിട്ടല്ല ജയിലിൽ കിടക്കുന്നത്, പോലീസ് കസ്റ്റഡിയിലാവുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാരുമായി ഇടപെട്ടും ജയിലിൽ കിടന്നുമൊക്കെ പരിചയമുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. തെളിവുകൾ കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു തരത്തിലും കീഴടങ്ങാൻ താൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് രാഹുൽ നിലപാട് സ്വീകരിക്കുകയാണ് എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ നോക്കുക, ഷാഫി പറമ്പിലിനെയും അല്ലെങ്കിൽ വിദൂരത്തിൽ VD സതീശനെയും നിർത്തിയിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ മാത്രമല്ല ലക്ഷ്യം, ഷാഫി പറമ്പിലാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലൊക്കെ CPM കേന്ദ്രങ്ങളിലൊക്കെ വന്ന ചില എഴുത്തുകൾ എന്ന് പറയുന്നത് രാഹുലിൻ്റെ ഫോൺ പൊക്കും, അതിൽ ഷാഫിയുമായിട്ടുള്ള ചാറ്റ് ഉണ്ടാകും, ഷാഫിയാണ് ഇതിലൊക്കെ നേതൃത്വം കൊടുത്തത് എന്നതിന് തെളിവുകൾ വരും, രാഹുലിന് വേണ്ടി ഷാഫി പറമ്പിൽ പണം ചിലവാക്കിയതിന് രേഖകളുണ്ടാകും, കേസുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി രാഹുലിന് വേണ്ടി ഷാഫി സംസാരിച്ചതിൻ്റെ ശബ്ദരേഖകൾ ഉണ്ടാവും അതിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു തെളിവുകളും കിട്ടാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരം തെളിവുകൾ പുറത്തു വന്നിട്ട് അതിൻ്റെ പേരിൽ ഷാഫിയെ വേട്ടയാടാമെന്നൊക്കെ കരുതിയിരുന്നവർക്ക് വലിയ തിരിച്ചടിയാണെന്ന് മാത്രമല്ല, പോലീസിന് രാഹുലിനെതിരെ ഇത്രയും തിടുക്കപ്പെട്ട് ഇതുപോലെയുള്ള ശുഷ്കാന്തി കാണിച്ച് ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇനി അത് കോടതിയിൽ എങ്ങനെ സ്റ്റാൻഡ് ചെയ്യുമെന്ന ആശങ്കയും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും തെളിവുകളൊന്നുമില്ല, വെറും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ചെയ്തു കൂട്ടിയത് എങ്കിൽ രാഹുലിന് അനുകൂലമായൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും പോലീസ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിച്ചതുപോലെയൊന്നും രാഹുലിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് പോലീസിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.